ഹലോ ഡിയേഴ്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്നറിയോ? ഹാവ് ബീൻ, ഹാസ് ബീൻ. കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇതെപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മളൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതെപ്പോഴും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കേസിലാണ് നമ്മൾ ഹാവ് ബീനും ഹാസ് ബീനും യൂസ് ചെയ്യുന്നത്. നമ്മൾ ടെൻസസിൽ വ്യക്തമാക്കിയിട്ട് തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടെൻസസിൻ്റെ വീഡിയോ ഒന്ന് കണ്ടേക്കണേ. ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് ബീൻ പ്ലസ് വെർബ് ING ഫോമിലായിരിക്കണം. ബീനുണ്ടല്ലോ, അപ്പം നമുക്ക് ING ഫോം നിർബന്ധമാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു ടൈം യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ ഫോർ, സിൻസ് ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതൊക്കെ ടെൻസസിൽ വ്യക്തമാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്, ടെൻസിലൂടെ പറയാം. ഇനി നമ്മൾ ഹാവും ആസും യൂസ് ചെയ്യുന്നത് എവിടെയെന്ന് നോക്കണ്ടേ? ഹാവ് ബീൻ യൂസ് ചെയ്യുന്നത് നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ, അതായത് I, you, we, they ഇവയുടെ കൂടെയാണ് നമ്മൾ ഹാവ് ബീൻ എന്ന് യൂസ് ചെയ്യുന്നത്. ഹാസ് ബീൻ യൂസ് ചെയ്യുന്നത് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഹി, ഷീ, ഇറ്റ്, നെയ്മ് ഇവയുടെ കൂടെയാണ് നമ്മൾ ഹാസ് ബീൻ എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് നോക്കൂ, രാവിലെ മുതൽ അവൾ പഠിച്ചു കൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ അവൾ പഠിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു ടൈമുണ്ടല്ലോ നമുക്ക്. ആ ഒരു സമയത്തുള്ളത് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ രാവിലെ മുതൽ അവൾ പഠിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സബ്ജക്റ്റ് എന്താണ്? അവൾ എന്നാണല്ലേ. അപ്പം ഷീ ഹാസ് ബീൻ സ്റ്റഡിയിങ് സിൻസ് മോർണിംഗ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ സിൻസ്, ഫോർ എന്നിവ ഇവിടെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം മുതൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിൻസ് എന്ന് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ഹാസ് ബീൻ, ഹാവ് ബീൻ യൂസ് ചെയ്യുന്നത്. അതായത് അവൾ രാവിലെ മുതൽ പഠിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആയല്ലോ? അതുപോലെ നോക്കൂ, 2 മണിക്കൂറായിട്ട് ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്നെ കാത്തിരിക്കുകയാണ്. നമ്മളിങ്ങനെ മലയാളത്തിൽ പറയാറുണ്ടല്ലോ, എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ 2 മണിക്കൂറായിട്ട് ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്നെ കാത്തിരിക്കുകയാണ്. എങ്ങനെ പറയും? ഇവിടെ സബ്ജക്റ്റ് ഞാനാണ് കാത്തിരിക്കുന്നത് അല്ലേ. അപ്പം ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് ഫോർ 2 hours. I have been waiting at the bus stop for 2 hours. ഇവിടെ നമ്മൾ 4 എന്നാണ് യൂസ് ചെയ്തത് അല്ലേ. 4 hours, 2 hours എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം സിൻസും 4ഉം നമുക്ക് ഈ സെൻറ്റൻസിൻ്റെ ലാസ്റ്റിൽ യൂസ് ചെയ്യാം എന്ന്. അപ്പം നിങ്ങൾ ടെൻസസിൻ്റെ വീഡിയോസ് മസ്റ്റായിട്ടും കാണണം കേട്ടോ. അപ്പോൾ അതിൽ വിവരിച്ച കാര്യം തന്നെ വീണ്ടും ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ടെൻസസിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് ഫോർ 2 hours. ക്ലിയർ ആയല്ലോ? ഇനി നോക്കൂ, കുറേ സമയമായിട്ട് അവൻ എന്നെ വിളിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറേ സമയമായിട്ട് അവൻ എന്നെ വിളിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയും? സബ്ജക്റ്റ് എന്താണ്? ഹി എന്നാണല്ലേ, അവൻ എന്നാണല്ലോ. ഹി ഹാസ് ബീൻ കോളിംഗ് മീ ഫോർ സം ടൈം. ഫോർ സം ടൈം. ഹി ഹാസ് ബീൻ കോളിംഗ് മീ ഫോർ സം ടൈം. കുറേ സമയമായിട്ട് അവൻ എന്നെ വിളിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ആ ഒരു പ്രവൃത്തി തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഹാസ് ബീനും ഹാവ് ബീനും യൂസ് ചെയ്യേണ്ടത് കേട്ടോ. വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്. നെക്സ്റ്റ്, ഞങ്ങൾ രാവിലെ മുതൽ യാത്രയിലാണ്. ഞങ്ങൾ രാവിലെ മുതൽ യാത്രയിലാണ്, ഇപ്പോഴും യാത്രയിലാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ പറയും? ഇവിടെ സബ്ജക്റ്റ് ഞങ്ങൾ എന്നാണ്. അപ്പം വി ഹാവ് ബീൻ ട്രാവലിംഗ് സിൻസ് മോർണിംഗ്. വി ഹാവ് ബീൻ ട്രാവലിംഗ് സിൻസ് മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രാവിലെ മുതൽ യാത്രയിലാണ്. അതുപോലെ തന്നെ ഇങ്ങനെ പറയുകയാണെങ്കിലോ, അനുവും രാജുവും രാവിലെ മുതൽ സിനിമ കാണുകയാണ്. അനുവും രാജുവും രാവിലെ മുതൽ സിനിമ കാണുകയാണ്. ഇവിടെ 2 നെയിമാണ്. 2 നെയിമാകുമ്പോൾ നമ്മൾ എന്താണ്, ഒന്നിനും കൂടുതൽ ആളുകളെ നമ്മൾ പറയാറുള്ള പ്രോനൗൺ എന്താണ്? ദേ എന്നാണല്ലേ. പ്രോനൗൺ എന്ന് പറഞ്ഞാലും അറിയാലോ എങ്ങനെയാണ്. നമ്മൾ ഇപ്പോൾ ഒരു നെയിമിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇപ്പം ഒരു സ്ത്രീയുടെ നെയിമാണെങ്കിൽ അവിടെ നമ്മൾ ഷീ എന്ന് പറയാറുണ്ട്, ഹി എന്ന് പറയാറുണ്ട്. ഇതൊക്കെ പ്രോനൗണുകളാണ്. അവിടെ നമ്മൾ നെയിം യൂസ് ചെയ്യുന്നില്ല, അതിന് പകരം നമ്മളവിടെ ഹി, ഷീ അല്ലെങ്കിൽ ദേ ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അപ്പം നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 2 നെയിമാണ്. അപ്പം അതിന് പകരം നമുക്ക് ദേ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ 2 നെയിം യൂസ് ചെയ്തു, അത് പ്ലൂരലാണല്ലോ. അപ്പം നമ്മളിങ്ങനെ പറയും, അനുവും രാജുവും രാവിലെ മുതൽ സിനിമ കാണുകയാണ്. ഇവിടെ 2 നെയിമാണ്, പ്ലൂരലാണ്. അപ്പോൾ നമ്മളെങ്ങനെ പറയും? അനു ആൻഡ് രാജു ഹാവ് ബീൻ വാച്ചിങ് ദ മൂവി സിൻസ് മോർണിംഗ്.
അനു ആൻഡ് രാജു ഹാവ് ബീൻ വാച്ചിങ് ദ മൂവി സിൻസ് മോർണിംഗ്. അതായത് അനുവും രാജുവും രാവിലെ മുതൽ സിനിമ കാണുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹാവ് ബീനും ഹാസ് ബീനും യൂസ് ചെയ്യേണ്ടത്. ഇനി ദേ വെച്ചുകൊണ്ട് സബ്ജക്റ്റ് ദേ ആയി വരികയാണെങ്കിൽ നമ്മളിവിടെ ഹാവ് ബീൻ എന്ന് യൂസ് ചെയ്തുകൊണ്ട് വേണം സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇനി ഇതിൻ്റെയൊക്കെ നെഗറ്റീവ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഫോർ എക്സാമ്പിൾ, രാവിലെ മുതൽ അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല എന്നെങ്ങനെ പറയും? സിമ്പിളായിട്ട് പറയാം അല്ലേ. നമ്മൾ ഹാസിൻ്റെ കൂടെ ഒരു നോട്ട് അങ്ങ് യൂസ് ചെയ്താൽ മതി. ഹാസിൻ്റെ കൂടെയാണ് കേട്ടോ നോട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ പറയും? ഷീ ഹാസ് നോട്ട് ബീൻ സ്റ്റഡിയിങ് സിൻസ് മോർണിംഗ്. അതിനൊന്ന് ഷോർട്ടാക്കുമ്പം ഷീ ഹാസിൻറ്റ് ബീൻ സ്റ്റഡിയിങ് സിൻസ് മോർണിംഗ്. അവൾ രാവിലെ മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. നെക്സ്റ്റ് നോക്കൂ, അനുവും രാജുവും രാവിലെ മുതൽ സിനിമ കാണുകയല്ല. അനുവും രാജുവും രാവിലെ മുതൽ സിനിമ കാണുകയല്ല എങ്ങനെ പറയും? ഇവിടെ പ്ലൂരൽ അല്ലേ. അപ്പോൾ അനു ആൻഡ് രാജു ഹാവ് നോട്ട് ബീൻ വാച്ചിങ് ദ മൂവി സിൻസ് മോർണിംഗ്. അനു ആൻഡ് രാജു ഹാവ് നോട്ട് എന്നുള്ളതിന് നമ്മൾ ഹാവിൻ്റെ എന്ന് യൂസ് ചെയ്യാം അല്ലേ ഷോർട്ടാക്കുമ്പം. അപ്പോൾ അനു ആൻഡ് രാജു ഹാവ് ബീൻ വെയിറ്റിംഗ് ദ മൂവി സിൻസ് മോർണിംഗ്. അനുവും രാജുവും രാവിലെ മുതൽ സിനിമ കാണുകയല്ല. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾ നെഗറ്റീവിലാക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ടെൻസസിൻ്റെ വീഡിയോസ് കാണാം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണം ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ശരി, നെക്സ്റ്റ് പാർട്ടുമായിട്ട് കാണുന്നത് എല്ലാവർക്കും താങ്ക് യു.